ഇന്ന് നമുക്ക് കൊടംപുളി ഇട്ട നല്ല എരിവും പുളിയും കൂടിയ അയലക്കറി ഉണ്ടാക്കാം. ഈ അയലക്കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. മൺചട്ടിയിലാണ് ഞാൻ പൊതുവെ മീൻകറി ഉണ്ടാക്കാറ്. മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കിയാൽ ടേസ്റ്റും ഫ്ലേവറും ഒന്ന് കൂടും. ഒരു മൺചട്ടി ചൂടാക്കി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയുടെ കളർ മാറിയതിന് ശേഷം 25 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർക്കുകയാണ്. ചെറിയുള്ളി ചേർത്താൽ മീൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടും. ഉള്ളി ഫ്രൈ ആവുന്നത് വരെ 1.5 ഇഞ്ച് ഇഞ്ചിയും 20 വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ്. എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കുക. നല്ല ഫ്ലേവർ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക്. ചെറിയുള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ മണം ഒന്ന് മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ലാൽ മിർച്ച് പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 2 തക്കാളി അരച്ചത് ചേർക്കാം. ഇതിനൊപ്പം 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 3 പച്ചമുളക് മുറിച്ചത് ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം. ഇതുപോലെ മസാലയിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പുളി ഇട്ടുണ്ടാക്കിയ മീൻ കറിയേക്കാൾ ടേസ്റ്റ് കൂടും കൊടംപുളി ഇട്ടുണ്ടാക്കിയ മീൻ കറിക്ക്. ഞാനിവിടെ 3 കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. കൊടംപുളി നല്ലതുപോലെ കഴുകി 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. കൊടംപുളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ, അഥവാ കമ്മിയുണ്ടെങ്കിൽ ചേർത്താവുന്നതാണ്. കറി ഇതുപോലെ നന്നായി തിളച്ചു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ച അയില ഇതിലോട്ട് ചേർക്കാം. മീനിട്ടതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഇളക്കാതിരിക്കുക, മീന് ഉടഞ്ഞു പോകും. 2 തണ്ട് ഫ്രഷ് കറിവേപ്പില ചേർത്തി 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. നല്ല അടിപൊളി മീൻ കറി റെഡിയായിട്ടുണ്ട്. ഈ മീനിൻ്റെ കറി അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ മീനിൻ്റെ ഫ്ലേവർ കറിയിലും കറിയുടെ ഫ്ലേവർ മീനിലും കയറി കറിക്കൊരു നല്ല രുചി കിട്ടും. എൻ്റെ ഉപ്പാക്ക് ഇതുപോലത്തെ കറി ഉണ്ടാക്കി കൊടുത്താൽ 2-3 ദിവസം വെച്ച് ചൂടാക്കി കഴിക്കാറുണ്ട്. മട്ടരി ചോറിനൊപ്പം വിളമ്പാം, വയറ് നിറയെ കഴിക്കാം. If you like this video, please like, share and subscribe to our channel. Thanks for watching.